ലെവലപ്പ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. സ്റ്റേറ്റ് സിലബസ് പ്രകാരമുള്ള 10th സ്റ്റാൻഡേർഡിന്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പറഞ്ഞതുപോലെ ഇന്ന് ആരംഭിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സുകളാണ്. അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികളാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. എന്താണ് സമാന്തര ശ്രേണികളെന്നും എന്താണ് ശ്രേണികളെന്നും സമാന്തര ശ്രേണികളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നും ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ സെറ്റ് നോക്കൂ. 1, 3, 5, 7, 9. രണ്ടാമത്തെ 2, 4, 6, 8, 10, 5, 10, 15, 20, 25. ഈ 3 സെറ്റുകൾ നമ്മൾ പരിഗണിക്കുമ്പോഴും ഓരോന്ന് നമ്മൾ വേർതിരിച്ച് നോക്കാൻ വന്നു. ആദ്യത്തേത് എന്താണ്? ഒറ്റ സംഖ്യകളുടെ 1 മുതൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യകളുടെ ഒരു ശ്രേണിയാണ് വാസ്തവത്തിൽ ഒരു സീക്വൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. രണ്ടാമത്തേത് 2 തൊട്ട് തുടങ്ങുന്ന ഇരട്ട സംഖ്യകളുടെ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. മൂന്നാമത്തത് 5, 10, 15, 20, 25 എക്സെട്രാസ്. അതെന്താണ്? 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 5ന്റെ ഗുണിതങ്ങളാണ് അവ. ഈ 3ന് ഒരു പൊതുവായ ഒരു സാമ്യമുള്ളത് എന്തെന്ന് വെച്ചാൽ ഇതിലെ ഓരോ പദവും 1 കഴിഞ്ഞ് 3, 3 കഴിഞ്ഞ് 5 അല്ലെ. 1ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 3, 3ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 5, 5ന്റെ കൂടെ 2 കൂട്ടിയാൽ 7, 7ന്റെ കൂടെ 2 കൂട്ടിയാൽ 9. അപ്പൊ ഓരോ ടേംസിന്റെ കൂടെ അതിന്റെ തൊട്ടടുത്ത സംഖ്യയുടെ കൂടെ 2 ആഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, ഒരു പൊതു വ്യത്യാസമുണ്ട്. വ്യത്യാസം എത്രയാണ്? 2 ആണ്. 3ൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസം കണ്ടുപിടിക്കുക? തൊട്ടടുത്തുള്ള 2 സംഖ്യകൾ നമ്മൾ നോക്കുക. അതിന്റെ രണ്ടാമത്തതിൽ നിന്നും ആദ്യത്തേത് കുറയ്ക്കുക. 7ൽ നിന്ന് 5 കുറച്ചപ്പോൾ കിട്ടി 2 കിട്ടി. 9ൽ നിന്ന് 7 കുറച്ചാലും 2 ആണ് കിട്ടുക. 5ൽ നിന്ന് 3 കുറച്ചാലും 2 കിട്ടും. 3 കുറച്ചാലും 2 കിട്ടുന്നു. അപ്പോൾ ഇതിനൊരു പൊതു വ്യത്യാസമുണ്ട് എന്ന് പറയാം. അങ്ങനെ പൊതു വ്യത്യാസം ഉള്ള ശ്രേണികളെയാണ് അല്ലെങ്കിൽ സീക്വൻസസിനെയാണ് എന്തെന്ന് പറയുന്നത്? അരിത്മെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണ് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. കോമൺ ഡിഫറൻസ് സാധാരണ നമ്മൾ ഡി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അതിന്റെ ഡി 2 ആണ്. അതായത് ഓഡ് നമ്പേഴ്സ് തുടർച്ചയായിട്ട് നമ്മൾ എഴുതുമ്പോൾ തുടർച്ചയായുള്ള ഓഡ് നമ്പേഴ്സിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തത് ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളാണ്. 2, 4, 6, 8, 10. അവിടെയും പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 തന്നെയാണ് അല്ലെ. 4ൽ നിന്ന് 2 കുറച്ചാൽ 2 കിട്ടും. 8ൽ നിന്ന് 6 കുറച്ചാൽ 2 കിട്ടും. 10ൽ നിന്ന് 8 കുറച്ചാൽ 2 കിട്ടും. അപ്പോഴും അവിടെ ഒരു പൊതുവ്യത്യാസമുണ്ട്. അവിടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? That's also 2. In third case, മൂന്നാമത്തെ ഈ കേസിൽ ഇതെന്താണ്? ഇത് അതുപോലെ പൊതുവ്യത്യാസം ഇല്ലേ? ഉണ്ട്. 5, 5, 10, 10 + 5 15, 15 + 5 20, 20 + 5 25. 5 വീതം കൂടി പോവുകയാണ്. അതായത് അതിന്റെ പൊതുവ്യത്യാസം എത്രയാണ്? അതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്, 5 ആണ് അല്ലെ. D = 5 ആണ്. ഇനി ലാസ്റ്റ് 1, 4, 9, 16, 25 എക്സെട്രാ അങ്ങനെ തുടർന്ന് പോകും. അത് എന്താണത്? ഈ തന്നിരിക്കുന്ന സംഖ്യ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. പൂർണ്ണ വർഗങ്ങളായ സംഖ്യകളാണ് വാസ്തവത്തിലുള്ള. ഇത് 1ന്റെ സ്ക്വയർ 1 തന്നെ, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റേത് 16, 5ന്റെ സ്ക്വയർ 25 അങ്ങനെ പോകും. അടുത്ത 36, 49 അങ്ങനെ തുടർന്ന് പോകും അല്ലെ. അപ്പോ ഇതിനൊരു പൊതു വ്യത്യാസം ഉണ്ടോ? ഇല്ല. 1, 3 ആണ് 4, 4, 5 ആണ് 9, 9, 7, 16, 16, 9, 25 ആ രൂപത്തിലാണ് അത് പോകുന്നത്. അതുകൊണ്ട് അതിനൊരു പൊതു വ്യത്യാസമുണ്ടോ? ഇല്ല. There is no common difference. Therefore, it is not an arithmetic sequence അല്ലെ. ഇതൊരു എന്തല്ല? അരിത്മെറ്റിക് സീക്വൻസ് അല്ല, അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയല്ല. അപ്പോ സമാന്തര ശ്രേണികളും അല്ലാത്തവയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് മനസ്സിലായി കാണും
അല്ലെ? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ശ്രേണികൾ തന്നെയാണ്, സീക്വൻസസ് തന്നെയാണ്. പക്ഷെ ദി ലാസ്റ്റ് വൺ ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അവസാനത്തേത് ഒരു സമാന്തര ശ്രേണിയല്ല, ബാക്കി മൂന്നും എന്താണ്? സമാന്തര ശ്രേണികളാണ്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ തരാം. ചെക്ക് വെദർ ദി സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്മെറ്റിക് സീക്വൻസസ്. Check whether the sequences given below are arithmetic sequences. താഴെ തന്നിരിക്കുന്ന സീക്വൻസുകൾ അരിത്മെറ്റിക് സീക്വൻസുകളാണോ എന്ന് പരിശോധിക്കുക. സീക്വൻസസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ വ്യുൽക്രമങ്ങളായി വരുന്ന സംഖ്യകൾ, അവയുടെ സീക്വൻസസ്, അത് എന്താണോന്ന് ചെക്ക് ചെയ്യണം. അരിത്മെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണി ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതാണ് നാച്ചുറൽ നമ്പേഴ്സ്? ഏതാണ്? 1, 2, 3, 4 അല്ലെ? 1 തൊട്ട് തുടങ്ങുന്ന സംഖ്യകളാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അതൊക്കെയാണ് 1 അല്ലെ? അപ്പൊ ആദ്യത്തെ 1ന്റെ റെസിപ്രോക്കൽ ഏതാണ്? അതിന്റെ റെസിപ്രോക്കൽസ്, അതിന്റെ വ്യുൽക്രമങ്ങൾ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സിന്റെ വ്യുൽക്രമങ്ങൾ എന്താകുമോ അരിത്മെറ്റിക് സീക്വൻസ് ആകുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് ആണോ എന്ന് വെച്ചാൽ അതെ, എന്നാൽ അതിന്റെ വ്യുൽക്രമങ്ങൾ റെസിപ്രോക്കൽ ആയിട്ട് വരുന്നത്, അതിന്റെ റെസിപ്രോക്കൽ എന്താകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 1ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 1 തന്നെ. 2ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 1/2 അല്ലെ? 3ന്റേത് 1/3, 4ന്റേത് 1/4, 5ന്റേത് 1/5 എക്സെട്ര അങ്ങനെ തുറന്നു പോകും അല്ലെ? 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെ. 1/1 എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, 1 തന്നെയാണ്. അത് വരട്ടിക്കുന്നത് 1, 1/2, 1/3, 1/4, 1/5. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാൻ? 1/2 - 1 അല്ലെ? 1/2 - 1 എത്രയാണ്? എങ്ങനെ ചെയ്യാം? 1/2 - 1 അത് നമുക്ക് ഇങ്ങനെ എഴുതാം. 1/2 - 1 എന്നുള്ള 2/2 ചെയ്ത് നോക്കാം അല്ലെ? അപ്പൊ എന്ത് വരും? 1 - 2/2 ഈക്വൽസ് -1/2. അല്ലെങ്കിലും അരയിൽ നിന്നൊന്ന് കുറച്ച് എത്രയാണ്? -1/2 അല്ലെ? ഇനി അടുത്തത് എത്ര? 1/3 - 1/2 അത് നോക്കാം. 1/3 - 1/2 എത്രയാണ്? ഇതിന്റെ എത്രയാണ്? ഡിനോമിനേറ്റർ 3 × 2 6 വരും. 1 × 2 2 - 1 × 3 3 equals 2 - 3 -1/6. ഇത് രണ്ടെണ്ണം ചെയ്ത് നോക്കിയാൽ തന്നെ മതി. രണ്ടിന്റെയും ഡിഫറൻസ് ഡിഫറെന്റ് ആണ് അല്ലെ? രണ്ട് സെറ്റിന്റെയും ഡിഫറൻസ് ഡിഫറെന്റ് ആണ്. ഇത് -1/2, ഇത് -1/6. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണിയല്ല അല്ലെ? നോ, there is no common difference അല്ലെ? So that it is not an arithmetic sequence. ഇതൊരു എന്തല്ല? അരിത്മെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണിയല്ല. പൊതുവ്യത്യാസം ഇല്ലാത്തതിനാൽ മലയാളം കൂടി എഴുതുക. എന്തല്ല? സമാന്തര ശ്രേണി അല്ല. ഓക്കെ, ഒരു കണക്ക്. The sequence of numbers which leaves the remainder 1 leaves
റിമൈൻഡർ 1. On dividing by 4. Dividing by 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകൾ. എന്താണ്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന നമ്പേഴ്സ്. അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാം? നിസ്സാരമാണ്. ആദ്യത്തെ നമുക്ക് 0 തൊട്ട് തുടങ്ങാം. 0 into 4. 4 കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലെ? 0 into 4. ശിഷ്ടം എത്രയാണ്? ശിഷ്ടം 1 ആണ്. റിമൈൻഡർ 1 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ആദ്യത്തെ സംഖ്യ 0 into 4 plus 1 അല്ലെ? അതല്ലേ ആദ്യത്തെ സംഖ്യ അല്ലെ? 0 തൊട്ട് 0 into 4 0 0 1 1 തന്നെ. അടുത്ത ഒരു 1 into 4 plus 1 എത്ര വരും? 4 1 5. പിന്നെ 2 into 4 plus 1 4 2 8 1 9. 3 into 4 plus 1 equals 4 12 1 13. 4 into 4 plus 1 4 16 17. ഇങ്ങനെ വരും അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ സീക്വൻസ് എഴുതാം, ശ്രേണി എഴുതാം. 1 5 9 13 17 എക്സെട്രാ അങ്ങനെ പോകും. 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 9 മൈനസ് 5 4 ആണ്. 13 മൈനസ് 9 4 ആണ്. 17 മൈനസ് 13 4 ആണ് അല്ലെ? അപ്പൊ ഇതെന്താണ്? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താണ്? കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ് അല്ലെ? ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. The common difference is 4, so that it is an arithmetic sequence. തെറ്റിദ്ധരിക്കരുത്, കോമൺ ഡിഫറൻസ് 4 ആയതുകൊണ്ട് മാത്രമാണ് ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആയതെന്ന്. മറിച്ച് ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. കുറച്ച് വലുപ്പത്തിലാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമോ എന്നറിയില്ല. മൂന്ന് സെറ്റ് ഡോട്ട്സ് ഇവിടെ തന്നിരിക്കുന്നു കരുതിയാൽ, 3 സെറ്റ് ഡോട്ട്സ് ആണെന്ന് കരുതിയാൽ, ഇതില് ഓരോ ഡോട്ട്സിന്റെയും എണ്ണം നമ്മൾ നോക്കുക. അതിനുശേഷം അടുത്ത 3 സെറ്റ് ഡോട്ട്സ് കൂടി എത്രയായിരിക്കും? 3 സെറ്റ് ഡോട്ട്സ് കൂടി തരികയാണെങ്കിൽ അതിലെ എത്ര ഡോട്ട്സ് ഉണ്ടായിരിക്കും? എന്നിട്ട് ആ കിട്ടുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതുന്നില്ല. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായി കാണും. എന്താണ് ക്വസ്റ്റ്യൻ? ഇതിൽ ഓരോ സെറ്റിലും എത്ര ഡോട്ട്സ് വീതമുണ്ട്? അടുത്ത 3 സെറ്റുകളിൽ എത്ര ഡോട്ട്സ് ഉണ്ടായിരിക്കും? ആ കിട്ടുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി ആണോ എന്നതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യത്തേൽ എത്ര ഡോട്ട്സ് ഉണ്ട്? ആദ്യത്തേൽ 3 ഡോട്ട്സ് ഉണ്ട്. രണ്ടാമത്തേലോ 1 2 3 അല്ലെ? രണ്ടാമത്തേലോ 1 2 3 4 5 6 6 ഉണ്ട്. അടുത്തേലോ 1 2 3 4 5 6 7 8 9 10 10 ഉണ്ട്. ഇനി അടുത്തതിൽ എന്തായിരിക്കും നോക്കാം. ഇതില് ഓരോന്നും നമ്മൾ പരിശോധിച്ച് നോക്കിയാല് ഈ ആദ്യത്തേൽ എന്താണ്? ഈ അവസാന സെറ്റില് 2 ഉള്ളത്. ഇതിലോ അവസാന സെറ്റിൽ എത്ര ഉണ്ട്? 3. ഇവിടെ ആകെ എത്ര? ആകെ എത്ര സെറ്റ് ഉണ്ട്? 2 ഇതിലോ 3 ഉണ്ട് അല്ലെ? അടുത്തതിലോ 4 ഉണ്ട്. അതിന്റെ അടുത്തതിൽ എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. പിന്നെ എത്ര ഉണ്ടാവും? 6 പിന്നെ എത്ര ഉണ്ടാവും? 7 രൂപത്തിൽ പോകും.
അപ്പോ അവസാന സെറ്റിലേക്ക് നമുക്ക് നോക്കാം. ഇതിൽ എത്ര ഉണ്ട്? 2 ഉണ്ട്, ഇതിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്, ഇതിൽ എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലെ. ഇതിന്റെ മൊത്തം എത്ര ഉണ്ട്? ഇത് 3 എണ്ണാണ്. 3ന്റെ കൂടെ ഇതിൽ 2 എണ്ണം ഉള്ളത്. പിന്നെ എത്ര കൂടെ കൂട്ടിയാലും 3ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 6 കിട്ടുന്നു. 6ന്റെ കൂടെ എത്ര കൂട്ടുമ്പോൾ? 4 കൂട്ടുമ്പോൾ 10 കിട്ടുന്നു. അപ്പൊ അടുത്തത് കിട്ടണമെങ്കിൽ എന്തായിരിക്കും? 10ന്റെ കൂടെ എത്ര കൂട്ടണം? 5 കൂട്ടണം. 5 കൂട്ടിയാൽ എത്ര കിട്ടും? 15 കിട്ടും. അതായിരിക്കും അതിന്റെ അടുത്ത സെറ്റ് ഉണ്ടായിരിക്കുക. ഇനി എന്താണ്? 15ന്റെ കൂടെ എത്ര കൂട്ടണം? ഇപ്പൊ നമ്മൾ 5 കൂട്ടിയത്, തൊട്ട് മുമ്പ് നമ്മൾ 5 കൂട്ടിയത്. ഇപ്പൊ ഞാൻ എത്ര കൂട്ടണം? 6 കൂട്ടണം. 15 എത്രയാണ്? 21. ഇനി അടുത്തത് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 21ന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 7 കൂട്ടിയാൽ മതി. അപ്പൊ എത്ര കിട്ടും? 28 കിട്ടും. അപ്പൊ 3 സെറ്റ് നമ്മൾ ചെയ്യാനാ പറഞ്ഞത്. ഇനിയിപ്പോ 4മതൊന്ന് ചെയ്യണമെങ്കിൽ 28ന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 8 കൂട്ടിയാൽ മതി. അപ്പൊ 36 ആവും. ആ രൂപത്തിലേക്ക് അതങ്ങനെ പോകും. അപ്പൊ നമുക്ക് ആ സീക്വൻസ് ഒന്ന് എടുത്തെഴുതാം. ഇത് 3, 6, 10, 15, 21, 28 എക്സെട്ര. ആ രൂപത്തിൽ അങ്ങനെ തുറന്നു പോകും. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അല്ലേ അല്ല. എന്തുകൊണ്ട്? ഓരോന്നിനോട് കൂടിയിട്ട് ഒരേ നമ്പർ അല്ല കൂടിയിരിക്കുന്നത്. 3 കൂടിയിട്ട് 3 കൂട്ടുമ്പോഴാണ് 6, 6 കൂടി 4 കൂട്ടുമ്പോൾ 10, 10ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ പിന്നെ 6 കൂട്ടുമ്പോൾ പിന്നെ 7 കൂട്ടുമ്പോൾ. അപ്പൊ അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല അല്ലെ. അപ്പൊ 6 - 3 എത്രയാണ്? 3. 10 - 6 എത്രയാണ്? 4 അല്ലെ. ഒന്നുകൂടി ഇതാ. 15 - 10 എത്രയാണ്? 5. അപ്പൊ എന്ത് മനസ്സിലാക്കാനാണ്? there is no common difference അല്ലെ. ഇതിന് ഒരു പൊതു വ്യത്യാസമില്ല. So that it is not an arithmetic sequence. ഇതിന് ഒരു പൊതുവ്യത്യാസമില്ല. ആയതുകൊണ്ട് ഇതെന്തല്ല? ഒരു സമാന്തര ശ്രേണിയല്ല. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഒരു കാര്യം കൂടി, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വരുന്ന എപ്പിസോഡുകളും നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് പഠിക്കുക. ശരി, താങ്ക് യു.